നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീടുകൾ തേടിയിട്ട് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പാനൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഇവിടെ നല്ലൊരു ഫിഷ് പോണ്ടൊക്കെ നൽകിയിട്ട് ഈ വീടിൻ്റെ ഏത് കോർണറിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഈ വീട്ടിൽ സംസാരിക്കാനുണ്ട്. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും A to Z വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. സോ പതിവ് പോലെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റിങ് കൊടുത്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാൾ ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ലീനിയർ കണ്ടംപററി ടൈപ്പ് എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് എലവേഷന് നൽകിയിരിക്കുന്നത്. നേരെ ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ കാർപോ സ്പേസിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് യാർഡിലെ സ്പേസ് വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ലൈഫ് മുഴുവൻ ഇരിക്കുന്നത് വീടിൻ്റെ ഇൻസൈഡാണ്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ആണ്. ഈ ചെറിയ കല്ലുകൾ പോലെ അല്ലെങ്കിൽ പെബിൾസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന കല്ലുകളെയാണ് കോബിൾ സ്റ്റോൺ എന്ന് പറയുക. ലെങ്തി ആയിട്ടുള്ളൊരു മുറ്റം വരുന്നുണ്ട്. വീതി കുറവാണ്, ഒരു 4 മീറ്ററാണ് മുറ്റത്തിന് വീതി നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ലൈഫ് മുഴുവനും വരുന്നത് വീടിനകത്താണെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് വർക്കുകളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പ്ലാന്റുകളൊക്കെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനകത്തൊക്കെ ലൈറ്റ്സുകൾ നൽകിയിട്ടുണ്ട്, ഷോ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇതിനൊക്കെ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ ആണ്. നമ്മൾ പ്രത്യേകം എന്നും വന്ന് നനച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനിടയിൽ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സ്പ്രിംഗ്ലേഴ്സ് നൽകിയിട്ടുണ്ട്. സമയമാവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുറ്റത്തെ ലാൻഡ്സ്കേപ്പും ചെടികളും ഒക്കെ നനച്ചുകൊണ്ടേയിരിക്കും. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ 2 ട്വിൻസ് പില്ലേഴ്സൊക്കെ നൽകി വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. കാർ പോർച്ചുമായിട്ട് ഷെയർ ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നു. അവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു പ്ലാന്റ് ഒക്കെ നൽകി മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് ഏരിയ ഗ്രില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം നൽകിയിരിക്കുന്നത്. ഇവിടെ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് റൂഫിംഗ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഒരു ബെഞ്ച് നൽകിയിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്തല്ല, ഇന്റീരിയർ വർക്കിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ബെഞ്ചാണ് ഇത്. അടിഭാഗത്ത് വുഡൻ ഡെക്ക് നൽകിയിരിക്കുന്നു. ഒരു പ്ലാന്റർ ബോക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ളൊരു ബെഞ്ച്. നമ്മൾക്ക് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു സിറ്റ് ഔട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ഒരു ഫ്രണ്ട് ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇതേപോലെയുള്ള കാർവിംഗ് വർക്കുകൾ നൽകുന്നു. ഇവിടെ ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. 2 പെയർ ഹാൻഡിൽസ് ആണ്, ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു ഹാൻഡിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ഡെക്കറേറ്റിംഗ് വർക്കുകളൊക്കെ വന്ന് അടിപൊളി ഒരു ഫ്രണ്ട് ഡോർ ഡിസൈൻ ആണ്. ആവശ്യമുള്ള ആളുകൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇൻറ്റീരിയർ എങ്ങനെ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു പാസേജ് സ്പേസിലേക്കാണ്. എൻ്റെ ഇടതുഭാഗത്താണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ വലിയൊരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഷ് പോണ്ടും അവിടുത്തെ ഒരു കോർട്ട്യാർഡ് സ്പേസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാച്ചുറൽ ലൈറ്റ് നമുക്ക് 2 ഭാഗത്തു നിന്നും കാണാം. ഈ പുറത്തോട്ട് നോക്കിയാലും നാച്ചുറൽ ലൈറ്റ് ആണ്, നേരെ പുറകിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു നാച്ചുറൽ ലൈറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വീടിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് സ്പെഷ്യലായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട ഒരാൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ആൾ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ആർക്കിടെക്റ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേരള, തമിഴ്നാട്, കർണാടക, അങ്ങനെ 3 സ്റ്റേറ്റിൽ ഇവരുടെ സർവീസ് ഇപ്പം അവൈലബിൾ ആണ് അല്ലേ. ഇയാമ ആർക്കിടെക്ട്സ് ഇവരുടെ 5-ലധികം പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ മൈ ബെറ്റർ ഹോമിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഇതിൽ കവർ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇയാമ ആർക്കിടെക്ട്സിന്റെ ചീഫിന്റെ ഫേസ് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. അനീസ്ക, വെൽക്കം ടു മൈ ബെറ്റർ ഹോം. താങ്ക് യു. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു പ്രോജക്റ്റ് വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പാറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ക്ലൈൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വലിയൊരു ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ വീട് നമ്മുടെ പുറകിലേക്ക് വലിച്ചിട്ട് നോർമലി നമ്മൾ പ്ലാൻസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് വലിയൊരു മുറ്റമായിരിക്കും. അതെ, ശരി. യഥാർത്ഥത്തിൽ അത്രത്തോളം സ്ഥലം ഈ വീടിനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ടേജിൽ വരുന്ന സമയത്ത് അത് കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ എടുത്തിട്ടുള്ള ഒരു മോഡ് ഓഫ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തളത്തിലാണ് നമ്മൾ കൂടുതൽ ലാൻഡ്സ്കേപ്പിങ്ങിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഹൃദയത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫിഷ് പോണ്ട് ഇത് എപ്പോഴും പിന്നെ
ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കാണാൻ പറ്റിയ രീതിയിലുള്ളൊരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫിഷ് പോണ്ട് നിറയെ മീനുകളൊക്കെ ആയിട്ട് നല്ല രസം കോഴിക്കോടാണ് ആക്ച്വലി ഡ്രെയിനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെച്ചാൽ നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ട്, അതിന് പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്ന നമ്മുടെ ലിവിങ് റൂംസ്, അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഇത് കാണുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന്, അതുപോലെ നമ്മുടെ കിച്ചണ്, വർക്ക് ഏരിയ, അങ്ങനെ തുടങ്ങിയിട്ട് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിഷ് പോണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കോട്ടയാട്, ഇതൊരു മാവാണ്. അപ്പം പരമാവധി നാച്ചുറൽ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈവായിട്ട് ഇവിടെ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ മഴക്കാലത്ത് നമുക്ക് സാധാരണ നമ്മൾ കോട്ടയാട് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രില്ലും ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ നോർമലി ചെയ്യാറ്. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പാഷ്യോ, ഈ ഒരു വരാന്തയിൽ മാത്രമാണ് നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ എയറിലാണ് നമ്മൾ സ്പേസിലൊക്കെ മഴ ഇങ്ങനെ. അപ്പൊ അതൊരു വേറൊരു ഫീലാണത്. അപ്പൊ അതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ ഈ വീടിന്റെ ഒരു ഹാർട്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. EAMA ആർക്കിടെക്ട്സ് നമുക്കറിയാം 15 വർഷമായിട്ട് 300 പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ കറൻ്റ്ലി ഇപ്പം നമ്മൾ പ്രോജക്ട്സ് കേരള, തമിഴ്നാട്, കർണാടകയിലാണ് നമ്മൾ പ്രൊജക്ട്സ് നടക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെയൊക്കെ പ്രൊജക്ട്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് സെൻട്രലൈസ്ഡ് ഓഫീസിനാണ്. നമ്മുടെ പുതിയ ഓഫീസ് വരാൻ പോകുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ പുതിയ ഓഫീസ് വരികയാണ്. അതെ, അപ്പോൾ നമ്മുടെ പുതിയ ഓഫീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അതർ സ്റ്റേറ്റിലുള്ള ആളുകൾക്കും ഇനി നിങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നിട്ട് സംസാരിക്കാൻ ഒരു പോസിബിലിറ്റീസ് വരികയാണ്. അവർക്ക് ക്ലയൻസിന് മാക്സിമം ഈ ആക്സസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അതർ സ്റ്റേറ്റിൽ തന്നെ ഓഫീസസ് ആരംഭിക്കുകയാണ്. ഇവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ വീട് മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. സോ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ്. ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നേരെ ഈ ഒരു സ്പേസിൽ വന്നിട്ടാണ് അവരിയ്ക്കുക. 2 സോഫ സീറ്റേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചിരിക്കുന്ന ഒരു സോഫ സീറ്ററാണ്. ഫാബ്രിക് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഒരു മാസീവ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് 2 സോഫ സീറ്ററും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് സ്പേസിൽ വരികയാണെങ്കിൽ ആദ്യം നമ്മളുടെ ശ്രദ്ധ പോകുന്നത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വാളിലേക്കാണ്. റോ ഫിനിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു വാൾ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ക്ലാഡിംഗ് എന്നാണ് ഇത്തരം വർക്കുകൾ വിളിക്കുക. അതായത് കല്ലിൻ്റെ ഒറിജിനൽ ക്ലാഡിംഗ് ടെക്സ്ചർ ആയിരിക്കും വാളിൽ നൽകിയിട്ടുണ്ട്. അത് പാനലിംഗ് വർക്കോ ലാമിനേറ്റോ എന്നല്ല, ഒറിജിനൽ കല്ല് തന്നെ വെച്ചിട്ട് മേസൺറി വർക്കുകൾ ക്ലാഡിംഗ് വർക്കായിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ 3 വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അതൊരു റൗണ്ട് ഷേപ്പിൽ രസകരമായിട്ടുള്ളൊരു പാറ്റേൺ ഒക്കെ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫുൾ ഹൈറ്റിൽ കേർട്ടൺ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്പേസിൻ്റെ ഹൈറ്റ് നോക്കൂ നിങ്ങൾ. സീലിങ്ങിൻ്റെ ഹൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു 15 ഫീറ്റിലാണ് ഈ ഒരു സീലിംഗ് നിൽക്കുന്നതെന്ന് കാണാം. അതിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അതിൽ നൽകിയിരിക്കുന്ന വുഡൻ ബോർഡറിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ്. ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഒരുപക്ഷെ നമ്മൾ അധിക വീട്ടിലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലാണ് ബെൽറ്റ് ടൈപ്പ് ലൈറ്റുകൾ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൻ്റെ കണക്ഷൻസ് അല്ലെങ്കിൽ വയറുകൾ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു ബെൽറ്റ് ആയിരിക്കും കാണുക. ആ ബെൽറ്റിനകത്തു കൂടെയാണ് ഈ ഒരു ബൾബുകൾ കത്താൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ലൈറ്റിംഗ് ആണ് ഈ ഒരു ബെൽറ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നേരെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു TV യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന ലാമിനേറ്റ് ഇതിന് കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നൽകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു പെയിന്റിങ് വർക്ക് നമുക്ക് കാണാം. ലീഫൊക്കെ വാൾപേപ്പർ ചെയ്തതുപോലെ തന്നെ ആർട്ടിസ്റ്റിനെ കൊണ്ട് പെയിന്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബേ വിൻഡോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. നല്ല വൈബുള്ള ഒരു ഏരിയ കേട്ടോ. നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് സൈഡിലുള്ള കോർട്ട്യാർഡ് കാണാൻ സാധിക്കും. അവിടുത്തെ ഫിഷ് പോണ്ട് നമുക്ക് ഇവിടുന്ന് കാണാം. ഈ ഒരു കോമൺ ഏരിയാസിൽ വരുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തിരികെ നമ്മൾ പാസീവ് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഡൈനിങ് സ്പേസ് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ സെൻറ്റർ പോർഷൻ, അതായത് ഡൈനിങ് ഏരിയയും സ്റ്റെയർ റൂമൊക്കെ വരുന്ന ആ ഒരു അടിപൊളിയായിട്ടുള്ള ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ആ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലാൻഡിംഗ് പോർഷൻ, ഏറ്റവും ഗ്രൗണ്ടിൽ വരുന്ന ലാൻഡിംഗ് പോർഷന് മുഴുവനായിട്ട് സോളിഡ് വുഡ്, നാച്ചുറൽ മരത്തിൽ ഒരു ഡെക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിഭാഗത്തൊക്കെ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിൽ മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ്. ആ ഒരു മാർബിളിലേക്ക് വാം ലൈറ്റ് വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ ഓറ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ തൊട്ട് മുമ്പിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് കാണാം. മോഡേൺ സ്റ്റൈൽ ഒരു ലക്ഷറി ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ആർട്ടിഫിഷ്യൽ മാർബിളാണ് കൗണ്ടർ ടോപ്പായിട്ട് ഡൈനിങ് ടേബിളിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ലെഗും ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലെഗാണ്. ചെയറിലേക്ക് വരുന്ന സമയത്ത് ഡ്യുവൽ ടോണിലാണ് ചെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഫാബ്രിക് നൽകിയിരിക്കുന്നു. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് റെക്സിനാണ് നൽകിയിട്ടുള്ളത്. റെക്സിനാകുന്ന സമയത്ത് വാട്ടർ പ്രൂഫാണ്. വെള്ളം അകത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ചായയോ വെള്ളമൊക്കെ ജ്യൂസൊക്കെ മറിഞ്ഞു കഴിഞ്ഞാലും അത് ചെയറിനകത്തേക്ക് പോകാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെക്സിൻസ് സഹായിക്കും. സോ നമ്മൾ ഈ സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. വീടിൻ്റെ അപ്സ്റ്റെയറിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വിസിബിലിറ്റി ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കും. ഒരു ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ പോകുന്ന നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോമൺ ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കോർട്ട്യാർഡിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിലെ സംസാരിച്ചതാണ്. ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭംഗിയുള്ള ഒരു ഫിഷ് പോണ്ട് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. സാധാരണ വാഷ് ഏരിയക്ക് വേണ്ടി ചെറിയ ഏരിയ ആണ് അധികം ആളുകളും പ്ലാൻ ചെയ്യുക. പക്ഷേ ഇവിടെ പ്ലാൻ ചെയ്ത സമയത്ത് വലിയൊരു ഏരിയ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഈ ഭാഗത്തൊരു നിസ്കാരമുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നിസ്കാരമുറിയിലേക്ക് വേണമെങ്കിൽ അബ്ലൂഷനുള്ള സൗകര്യവും ഈ ഡോറിന് പുറകിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അബ്ലൂഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വുളു എടുക്കാനുള്ള സൗകര്യവും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ക്വാർട്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു വാനിറ്റി കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തെയാണ് ഈ വാനിറ്റി കൗണ്ടർ എന്ന് പറയാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഭാഗം അകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വാളിൽ ബ്ലാക്ക് കളറിൽ വരുന്ന ഡാഡോ ടൈൽസുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു മോഡേൺ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്യാൻ ആ ഒരു ബ്ലാക്ക് ഫിനിഷിന് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പ്രയർ റൂം ഒന്ന് പെട്ടെന്ന് കണ്ടുവരാം. അപ്പോൾ അധിക വീട്ടിലും മലബാറിലൊക്കെ പ്രത്യേകിച്ചും ഒരു പ്രയർ റൂം മസ്റ്റായിട്ട് വീടിനകത്ത് ഇപ്പം കൊടുക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രയർ റൂം ഏരിയ. ഇതേപോലെ ഒരു ആർച്ച് ഷേപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മിനാരത്തിൻ്റെ ഷേപ്പിൽ ചെയ്ത് അതിനകത്ത് LED ലൈറ്റുകൾ അതിനകത്ത് കോവ് ലൈറ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഫാമിലി ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ടെമ്പററി പാർട്ടീഷൻ ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഗ്രിൽ പാറ്റേൺ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രിൽ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് ഇതേപോലെ ഈവനിങ് ടൈമിലും നൈറ്റ് ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ വാളിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ചാംഫേർഡ് ആയിട്ടുള്ള പാനലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്നത്. അടിയിലൊരു TV യൂണിറ്റ് ഡിസൈൻ നൽകിയിരിക്കുന്ന ഒരു വുഡൻ കോമ്പിനേഷൻ. അതിലൊരു ലാമിനേറ്റ് ടെക്സ്ചർ ലാമിനേറ്റ് ആണ് അതിൽ നൽകിയിരിക്കുന്നത്. രണ്ട് സൈഡിലും ബെഡ്റൂമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമുകളുടെയൊക്കെ ഡോർ ഡിസൈൻസ് സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു മോഡേൺ ഗ്രൂസ് ആണ് ബെഡ്റൂം ഡോറുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വാളിൽ ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു നിഷ് പാറ്റേൺ ആണ് ഈ ഒരു ഷെൽഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ഡിസൈനുകൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മൾ നോക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം ഡിസൈനാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ് ബോർഡാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ റൂമിലേക്ക് ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹെഡ് ബോർഡും അതിൻ്റെ ബാക്കിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പാനലിങ്ങുമാണ് ഫസ്റ്റ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ ഇതിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാളിൽ ടെക്സ്ചർ പെയിന്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഇതേപോലെയുള്ള റീപ്പേഴ്സ് നൽകിയിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ ആ ഒരു പാറ്റേൺ ഒരു ഗ്രിഡ് പാറ്റേൺ പോലെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ റെക്സിൻ കവേർഡ് ആയിട്ട് വരുന്ന ഒരു കുഷൻ വർക്കാണ് ഹെഡ് ബോർഡിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. സൈസ് പറയുകയാണെങ്കിൽ 4.80 ഈ ബെഡ്റൂമിന് ലെങ്ത് വരുന്നത്. 3.90 വിഡ്ത്ത് വരുന്നത്. 13-16 അടി എന്ന് നമുക്ക് പറയാം. അപ്പം അതിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡ്രസ്സിങ് മിറർ നൽകിയിരിക്കുന്നു. അതിന് ഒരു സ്റ്റോറേജ് സ്പേസ് ഇതേപോലെ വുഡൻ ഷെയ്ഡിൽ നൽകിയിട്ടുണ്ട്. ഒരു ഡാർക്ക് ടോണ് വരുന്ന വെനീറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിററും അതിൻ്റെ ഒരു മിറർ ലാമ്പും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയൊരു വിൻഡോയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സീലിംഗിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമൽ ഡിസൈൻ ആണ് സീലിംഗിന് നൽകിയിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിന്റെ സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വാളിൽ ഫിക്സ് ചെയ്ത രീതിയിലുള്ള വാർഡ്രോബ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന കളർ പാറ്റേൺ കോമ്പിനേഷൻസ് വളരെ ക്ലാസി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. ഒരു ഡാർക്ക് വുഡ് തീമിന്റെ കൂടെ ഒരു സിമന്റ് ഗ്രേ ടെക്സ്ചർ ലാമിനേറ്റ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ടോയ്ലറ്റ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലേഔട്ടാണ് ഡിസൈൻ നൽകിയിരിക്കുന്നത്. വാളിലേക്ക് വരുന്ന സമയത്ത് ഡാഡോ ടൈൽസ് നൽകിയിരിക്കുന്നു. അതിനുശേഷം വാൾ ഹാങ് ആയിട്ട് വരുന്ന ക്ലോസറ്റ് നൽകിയിട്ടുണ്ട്. ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ഒരു പോർഷൻ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. കുളിക്കുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ വെറ്റ് ഏരിയയിൽ ഗ്രോഹയുടെ സ്പെഷ്യൽ ബോഡി ജെറ്റ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു വെറ്റ് ഏരിയയിൽ മുഴുവൻ ആ ഒരു ഭാഗത്തൊക്കെ ബോഡി ജെറ്റുകൾ വാളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാഷ് ബേസിൻ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ കോളറിൻ്റെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ഡ്രെയിൻ ടൈപ്പ് വാഷ് ബേസിനാണ്. മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറുകൾക്ക് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത നേരെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുകയാണ്. അതിനടിയിൽ ഒരു ഷൂ റാക്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമിലുള്ള ആളുകൾക്ക് അവരുടെ ഷൂസുകളും കാര്യങ്ങളും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തുള്ള നമ്മുടെ ഫുഡ് വെയർസുകളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യമുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു വിൻഡോ നൽകിയിരിക്കുകയാണ്. അതിൽ റോമൻ ബ്ലൈൻഡ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് ബെഡ്റൂം സ്പേസ് വരുന്നത്. ഒരു മീഡിയം സൈസാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 13 അടി നീളം, 13 അടി വീതി, അതായത് 390 ആണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും അല്പം ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരു 12 ഫീറ്റ് ഹൈറ്റ് ബെഡ്റൂമുകൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഈ ഒരു റൂമിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മീഡിയം സൈസ് റൂമാണെങ്കിലും നല്ല സൗകര്യം നമുക്ക് ഈ റൂമിൽ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ബെഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് കുഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്നൊരു ബെഡ് നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ 6 ബെഡ്റൂം ഉണ്ടെങ്കിൽ 6 ബെഡ്റൂമും ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു വുഡൻ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് പാറ്റേൺസ് ആണ് വരുന്നത്. വാളിൽ ചെയ്തിരിക്കുന്നതൊക്കെ ടെക്സ്ചർ ഫിനിഷ് ആണ്. സെയിം ടെക്സ്ചർ ഫിനിഷ് നിങ്ങൾക്ക് സീലിങ്ങിലും കാണാൻ സാധിക്കും. സീലിങ്ങിലേക്ക് വരികയാണെങ്കിലും ആ ഒരു വുഡൻ പ്ലസ് ടെക്സ്ചർ ഫിനിഷ് കാണാൻ പറ്റും. ഡാർക്ക് ടോണിൽ വരുന്ന ഒരു വുഡൻ ഷെയ്ഡും സിമെൻറ്റ് ഗ്രേ ടെക്സ്ചറിൽ വരുന്ന ഒരു ടെക്സ്ചർ ഫിനിഷുമാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. വാൾസിൽ കൊടുത്തിരിക്കുന്ന ഈ വാൾ ആർട്ടുകൾ, ഈ കാണുന്ന പിക്ചേഴ്സ് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് വരച്ചുണ്ടാക്കിയതാട്ടോ. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് റാൻഡം ആയിട്ടൊന്ന് എടുത്ത് അതിങ്ങനെ ഭിത്തിയിൽ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈറ്റ്, ഈ ഒരു സ്പേസ് ഡിമാൻഡ് ചെയ്യുന്ന ഡിസൈൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിച്ച്, ക്യാൻവാസിൽ വരപ്പിച്ച് അത് ഫ്രെയിം ചെയ്യിച്ച് അത് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് സ്പേസ് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. അതിനും ഈ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ഒരു വാളിൽ ഫിക്സ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ പ്ലസ് വുഡൻ കളർ തീമാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ നമ്മുടെ ഡ്രസ്സിങ് മിറർ നൽകിയിട്ടുണ്ട്. ഫുൾ ഹൈറ്റിലാണ് മിറർ നൽകിയിരിക്കുന്നത്. നമ്മൾ ഡ്രസ്സിങ്ങിനൊക്കെ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ഫുൾ സൈസിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് വരികയാണെങ്കിൽ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇവിടെ സെൻസർ എനേബിൾഡ് ആയിട്ടുള്ള ലൈറ്റ് ആട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിനകത്ത് വന്നാൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. ടൈലിന്റെ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ്. ബാക്ക് സൈഡിൽ കുഞ്ഞു കുഞ്ഞു ടൈലുകൾ വരുന്ന ഡാഡോ ഫിനിഷ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിൽ വരെ ഇത്തരത്തിലുള്ള വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്താണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ബെഡ്റൂമാണ്. റൂം ഡോറുകളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം രീതിയിൽ ഗ്രൂപ്പ് പാറ്റേൺ വരുന്ന റൂം ഡോറാണ് ഈ ഒരു റൂമിന് നൽകിയിരിക്കുന്നത്. സൈസ് പറയുകയാണെങ്കിൽ 14 അടിയാണ് ഈ ഒരു റൂമിന് ലെങ്ത് നൽകിയിരിക്കുന്നത്. വീതി 10 അടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മീഡിയം സ്പേസ് റൂമാണ്. നമ്മളൊരു കിങ് സൈസ് ബെഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് സ്പേസുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാള് മുഴുവനായിട്ട് ആ ഒരു വാർഡ്രോബും അതിനോട് ചേർന്ന ഒരു മിറർ യൂണിറ്റും നൽകിയിരിക്കുകയാണ്. ബെഡിൻ്റെ ഡിസൈനിൽ വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ റെക്സിൻ കവേർഡ് ആയിട്ട് ഒരു ബെൽറ്റ് ഡിസൈനിലൊക്കെ വരുന്ന രീതിയിൽ 2 സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ഡിസൈൻ, ഒരു മോഡേൺ ടൈപ്പ് ഡിസൈനാണ് കോട്ടിന് നൽകിയിരിക്കുന്നത്. 2 സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ലാമ്പ് നൽകിയിട്ടുണ്ട്. വാളിലേക്ക് വരികയാണെങ്കിൽ മുഴുവനായിട്ട് പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. ഒരു ഗ്രിഡ് പാറ്റേൺ ആണ് പാനലിങ്ങിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ലാമിനേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒരു ഫ്ലൂട്ടഡ് ലൈൻസുകൾ ആ ലാമിനേറ്റ്സിന്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയൊരു വിൻഡോയാണ് വരുന്നത്. ഔട്ട്സൈഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഒരു വിൻഡോ ആയതുകൊണ്ട്
ഈ ഒരു വാള് മുഴുവനായിട്ട് കേർട്ടൻസ് നൽകിയിരിക്കുകയാണ്. 2 ടൈപ്പ് ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ഔട്ട് ക്ലോത്ത് ആണ്. ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒട്ടും തന്നെ അകത്തേക്ക് വരില്ല. ഇനി ചെറിയ രീതിയിൽ ലൈറ്റ് വരാൻ വേണ്ടി സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിയർ ക്ലോത്തും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫോർമൽ കിച്ചണിലാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കിച്ചണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ നൽകിയിരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിച്ചൺ കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ പ്ലസ് വൈറ്റ്. കൗണ്ടർ ടോപ്പിന് നൽകിയിരിക്കുന്നത് ക്വാഡ്സ് ആണ്. സിങ്ക് നൽകിയത് നോക്കൂ, നല്ല രസമുള്ളൊരു സിങ്ക് ആണ് നൽകിയിട്ടുള്ളത്. സ്മാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഇത് സിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം സ്റ്റൈൽ സിങ്ക് ആട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിലെ നമുക്ക് വെള്ളം കിട്ടും. ഇവിടെ നമുക്ക് ഡ്രെയിൻ ആയിട്ട് വെള്ളത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഗ്ലാസ് കഴുകാനാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അങ്ങനെ ഒരുപാട് സെറ്റപ്പ് നിറഞ്ഞൊരു സിങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു ടോൾ യൂണിറ്റ്, ഇതിനകത്ത് ക്രോക്കറി ഷെൽഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടോൾ യൂണിറ്റ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. CCTVയുടെ ഒരു മോണിറ്റർ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ സ്പേസ് അടിഭാഗത്ത് നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് ലോഫ്റ്റുകൾ, ഈ ഒരു ഭാഗത്ത് മുഴുവൻ സ്പേസ് സ്റ്റോറേജ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഹാഫ്ലിയുടെ ഹുഡ് ആൻഡ് ഹോബ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് റെഫ്രിജറേറ്ററിന്റെ സ്പേസ് നൽകിയിരിക്കുന്നത്. ഹെയറിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് ബൈ സൈഡ് ആണ്. സ്മാർട്ട് സ്ക്രീന് വരുന്ന മോഡൽ കൂടിയാണ്. അതായത് നമുക്ക് ഒരു ടാബ് യൂസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് കാണണമെങ്കിലോ ഒക്കെയുള്ള ഓപ്ഷൻസ് കിച്ചണിൽ തന്നെ ഈ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ ഫോർമൽ കിച്ചണിലാണ്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസ് ആണ്. വളരെ വൃത്തിയോടുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഈ വീട്ടിലുള്ളത്. അതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട് നോക്കാം. സിങ്ക് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് ഇതാ ഈ ഭാഗത്താണ്. ഹാഫ്ലയുടെ ഹുഡ് ആൻഡ് ഹോബ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഇൻഡക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഒരുപക്ഷെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഇൻഡക്ഷൻ അടുപ്പാണിത്. ഇതിന് ചിമ്മിനി ആവശ്യമില്ല. ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ചിമ്മിനി സ്പേസ് എന്ന് പറയുന്നത്. ഇത് അടിയിൽ കൂടെയാണ് ആ ഒരു സ്മോക്കും കാര്യങ്ങളൊക്കെ സക്ക് ചെയ്തിട്ട് വീടിൻ്റെ വെളിയിലേക്ക് കളയുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഹുഡ് ആൻഡ് ഹോബ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതിൽ മുകളിൽ ഒരു ചിമ്മിനി സ്പേസ് ഇങ്ങനെ വലിയൊരു സാധനം ഉണ്ടാവും. അപ്പം എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു പുതിയ ലോകത്ത് വരാൻ പോകുന്നത് ഈ ഹുഡ് ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ അടുപ്പുകളാണ്. മാത്രമല്ല ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഡിഷ് വാഷർ, പാത്രം കഴുകാനുള്ള ഒരു മെഷീൻ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് ഇവിടെ കൂട്ടി നൽകിയിട്ടുള്ളത്. ഇതേ ഒരു ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു സ്പേസും ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൻ്റെ അകത്തും തന്നെ വർക്ക് ഏരിയ സ്പേസും തന്നെ നമുക്ക് ഇതിനകത്ത് എളുപ്പത്തിൽ വാഷ് ചെയ്യാൻ സാധിക്കും. ഡോറ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്ക് അത് ഉണങ്ങാനിടാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ അവൈലബിൾ ആണ്. സ്റ്റോറൂം സ്പേസ് ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ഡോറാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്ത് ഒരു ബാത്റൂം സെറ്റപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മലബാർ ഏരിയയിലേക്കൊക്കെ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ബാത്റൂം സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ഇത്രയുമാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ടൈലുകളൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ്. 2 കിച്ചണായിട്ട് നൽകിയിട്ടുണ്ട്. രണ്ടും സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് കടക്കുകയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തേക്ക് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോളിഡ് വുഡ്, ഒറിജിനൽ തേക്കിൻ്റെ മരം ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പുകളൊക്കെ ചെയ്തിരിക്കുന്നത്. മുകളിൽ ഹാൻഡ് റെയിൽ വന്നിരിക്കുന്ന ഭാഗവും തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പോളിഷ് വർക്കാണ് അതിനു വേണ്ടി നൽകിയിരിക്കുന്നത്. റെയിലിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു റെയിലിംഗ് പാറ്റേണുകൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സ്പേസ് ഓപ്പൺ സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ് ആണ്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ പാനലിങ് ചെയ്ത സീലിങ്ങിൽ നിന്നും ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ താഴോട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് വളരെ ഭംഗിയോടുകൂടെ ഈ ഒരു ഇൻറ്റീരിയറിൽ പ്രതിഫലിക്കുന്നുണ്ട്. നേരെ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പാസേജ് സ്പേസ് ആണ് നമുക്ക് അപ്സ്റ്റെയറിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തൊരു ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമുകളുടെ ഡിസൈനൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. 14 അടി ലെങ്ത്, 10 അടി വിഡ്ത്താണ് ഈ ഒരു ബെഡ്റൂമിന് സൈസ് വന്നിട്ടുള്ള ഒരു മീഡിയം സൈസ് ബെഡ്റൂം എന്ന് പറയാം. ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ വാൾ പാനലിംഗിൽ നൽകിയിരിക്കുന്നത് ഒരു സോളിഡ് കളർ, അതിനോടൊപ്പം തന്നെ വുഡൻ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നു. ഗ്രൂപ്പ് പാറ്റേൺസ് ആണ് ആ ഒരു വുഡൻ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് മുഴുവനായിട്ട് വാർഡ്രോബ് സ്പേസ് ആയിട്ട് നൽകിയിരിക്കുകയാണ്. വാർഡ്രോബ് സ്ലൈഡിങ് വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഷട്ടേഴ്സിൽ, അതിൻ്റെ ഡോറിൽ ഇതേപോലെയുള്ളൊരു ഡിസൈൻ വർക്ക് നൽകിയിരിക്കുന്നു. ആ ഒരു ഗ്രീൻ ഷെയ്ഡ്
മുകളിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡ് ഈ ഭാഗത്ത് ഇതേപോലെ പഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്കൊരു വുഡൻ ഷെയ്ഡുള്ള ഭാഗം നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇവിടുത്തെ ബാത്റൂം ഡോറാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ സെയിം സിമിലർ പാറ്റേൺ ഉപയോഗിച്ച് അതിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് എല്ലാ ബാത്റൂമിൽ വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് ഓൺ ആക്കൊന്നും വേണ്ട. നമ്മൾ ബാത്റൂമിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സുകൾ ഓൺ ആയി കിട്ടും. വിട്രിഫൈഡ് ടൈൽസ് ആണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. തിരികെ നമ്മൾ പാസേജ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു അപ്പർ ലിവിങ് സ്പേസ് നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സോഫയുടെ പാറ്റേൺ തന്നെ നോക്കിയാൽ നമുക്ക് ആ ഒരു ഡിസൈൻ സ്റ്റൈല് മനസ്സിലാവും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ ഒരു ഡിസൈനിലേക്ക് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്ന സോഫ പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാൾ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അടിഭാഗത്ത് ഇതേപോലെ ലൂവർ പാറ്റേണുകൾ നൽകിയിട്ടുണ്ട്. ഓരോ ബെഡ്റൂമുകളും നമുക്കൊന്ന് കാണാം. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 4.50 ഇവിടെ ലെങ്ത്ത് വരുന്നത്, 3.90 വിഡ്ത്ത് വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. വലിയ ഹൈറ്റ് ഉള്ളൊരു ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു വാള് ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. മുകളിൽ വുഡൻ ഗ്രെയിൻസ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു സാറ്റിൻ ഫിനിഷ് ഉള്ള സ്പെഷ്യൽ ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മുഴുവനായിട്ട് കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂട്രൽ തീമിലുള്ള കേർട്ടൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾ പിക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബിന്റെ ഡിസൈൻസ് നമുക്കൊന്ന് കാണാം. ഒരു വൈറ്റ് പ്ലസ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് വാർഡ്രോബിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇടയിലൂടെ ഒരു വുഡൻ സ്ട്രിപ്പ് കൂടെ നൽകിയിരിക്കുന്നു. തൊട്ട് ബാക്കിൽ വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സൈസിൽ മിറർ നൽകിയത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് ഫുൾ ലെങ്ത്തിൽ തന്നെ കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ടോയ്ലറ്റിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ടൈൽ കോമ്പിനേഷനാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നു. വാളിൽ സ്മോൾ സൈസ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ വാൾ ഹാങ്ങർ ക്ലോസറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഡ്രെയിൻ ടൈപ്പിൽ വരുന്ന വാഷ് ബേസിൻ കോളറിൻ്റെതാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്സ്റ്റെയറിലെ 3ാമത്തെ ബെഡ്റൂമാണ്. 13 അടി ലെങ്ത്ത്, 13 അടി വിഡ്ത്ത് വരുന്ന സൈസാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന കോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഫാബ്രിക് ആണ് ഹെഡ് ബോർഡായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതിൽ റോമൻ ബ്ലൈൻഡ് ആണ് നൽകിയിരിക്കുന്നത്. വാൾപേപ്പറാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്ന, നല്ല വലുപ്പം ഫീൽ ചെയ്യുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണിത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ബെഡിങ് സ്പേസ് അല്ലാതെ, ബെഡ് അതിൻ്റെ സൈഡ് ടേബിളും അല്ലാതെ വാർഡ്രോബോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് വാളിൽ വലിയ 2 വാൾ പെയിൻറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വീടിൻ്റെ മൂഡ് മാറ്റുന്നതിൽ ഈ ഒരു വാൾ പെയിൻറ്റിങ്സിന് നല്ലൊരു പങ്ക് വഹിക്കാനുണ്ട്. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. വാളിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ബ്ലൂ പ്ലസ് വുഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. മുകളിൽ സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഈ ഒരു ഫുൾ ഹൈറ്റ് വാർഡ്രോബ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള മിറർ സ്പേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു ഭാഗവും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ബ്ലൂ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ തീം തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. എല്ലാ ടോയ്ലറ്റുകളിലും സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ടോയ്ലറ്റിനെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്സ്റ്റെയറിൽ ഒരു ജിം ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് ഇരിക്കേണ്ട സംഭവമാണ് എക്സസൈസിന് വേണ്ടിയുള്ളൊരു സ്പേസ്. അതിന് കൃത്യമായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ട എക്സസൈസ് ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കൃത്യമായിട്ടുള്ള സ്പേസ്, അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ വീട് പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീട്ടുകാരെ കൂടെ പരിചയപ്പെടാം. കരീംക്കയും വൈഫും മക്കളും അടങ്ങിയിട്ടുള്ള ഹാപ്പി ഫാമിലിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. കരീംക്ക, എത്ര ദിവസമായി ഈ പുതിയ വീട്ടിലേക്ക് ഇപ്പം താമസം തുടങ്ങിയിട്ട്? ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആദ്യം തന്നെ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ഏതൊരാൾക്കും, നിങ്ങൾക്കാണെങ്കിലും വീഡിയോ കാണുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയാണ് നമ്മളൊരു വീട് വെക്കുക.
അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാനും പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്ത് തരാൻ പറ്റും? ഇത് ഞങ്ങൾ ഒരു ഓപ്പൺ സ്റ്റൈലിലുള്ള വീടായിരുന്നു. അതെ, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. പൊതുവേ ഈ വീട് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഫുള്ളി ഓപ്പൺ ആയിട്ട് വലിയ ജനലുകൾ, കാറ്റും വെളിച്ചമൊക്കെ വീടിനകത്തേക്ക് കയറുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുന്നേ തന്നെ നിങ്ങൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിനോ ഏകദേശം? ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളോട് അനിസറോട് സംസാരിക്കും. വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. കോട്ടിയാട് എല്ലാ ഭാഗത്തു നിന്നും വ്യൂ കിട്ടുന്ന ഭാഗം അത് നിങ്ങൾ ആവശ്യമായിരുന്നു നേരത്തെ, കോട്ടിയാട് ഇങ്ങനെ ഒരു സ്പേസ് വേണമെന്നുള്ളത്. യെസ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ ശരിക്കും ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പോർഷനായിട്ട് ആ ഒരു കോട്ടിയാട് സ്പേസ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് എന്നാണെങ്കിലും ലിവിങ് എന്നാണെങ്കിലും ഈവൻ കിച്ചൺ എന്നാണെങ്കിലും പോലും നമുക്ക് അങ്ങോട്ടൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ പണി നടക്കുന്ന സ്റ്റേജിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളൊരു സ്റ്റേജാണ് ഈ വീടിൻ്റെ പണി നടക്കുന്നൊരു സ്റ്റേജ്. ആ സമയത്തൊക്കെ ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ സർവീസിൽ ഹാപ്പി ആണെന്ന് പറയാൻ പറ്റും. വളരെ ഹാപ്പിയാണ്. എല്ലാ മേഖലയിലും അവർ സഹകരിച്ചിട്ടുണ്ട്. അതായത് ഇത് ചെയ്യുന്ന ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പണി നടക്കുന്ന സമയത്താണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിലും ഒക്കെ അവരെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇത്താനെ സംബന്ധിച്ചിടത്തോളം ഇത്താൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അവിടുത്തെ ഗൃഹനാഥയാണ് ശരിക്കും, അല്ലേ? കിച്ചൻ്റെ മാത്രമല്ല മൊത്തം വീടിൻ്റെ കാര്യത്തിലൊരു ഗൃഹനാഥ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളറൊക്കെ ആണെങ്കിലും കൂടുതൽ ന്യൂട്രൽ ഷെയ്ഡ്, കുറേ ഭംഗിയുള്ള നല്ല രസമുള്ള ഷെയ്ഡുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ തീമുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ സ്കീമൊക്കെ വേണമെന്നുള്ളത് നേരത്തെ നമ്മുടെ അഭിപ്രായമായിരുന്നോ അല്ലെങ്കിൽ അവരെ സജഷൻ ആയിരുന്നോ? ഞങ്ങളുടെ അഭിപ്രായം അവരും രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന എത്രയിലൊക്കെയാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ് പഠിക്കുകയാണ്. പേരെങ്ങനെയാണ്? നിങ്ങൾ മൈക്കൊന്ന് കൊടുക്കും. എൻ്റെ പേര് ഹീബ ഫാത്തിമ. ഞാൻ ഇനി പ്ലസ് ടുലേക്കാണ്. അടുത്താണ് ഞാൻ ഹെസൈഷ. ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പോവാണ്. 3 മക്കളാണല്ലേ? അപ്പോൾ എന്തായാലും വീട്ടിൽ താമസമൊക്കെ ഉഷാറായിട്ട് തന്നെ നടക്കട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇയാമ ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ പാനൂരിനടുത്ത് ചെറുപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. നൂറൽ വത്തൻ എന്നാണ് വീടിന് പേര് വെച്ചിരിക്കുന്നത്. സോ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ആർക്കിടെക്ട്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷനും അവർ വിളിക്കാനുള്ള നമ്പറും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾക്ക് നല്ലൊരു ആർക്കിടെക്ചറിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് പണി ഏൽപ്പിക്കാവുന്ന ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് ഇയാമ ആർക്കിടെക്ട്സ്. നിങ്ങളുടെ വീടിൻ്റെ ടേൺ കീ പ്രൊജക്റ്റ് വരെ അവർ ചെയ്തു തരുന്നതായിരിക്കും. അതായത് വീടിൻ്റെ പ്ലാനിങ് മുതൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, അതിൻ്റെ സൂപ്പർവിഷൻ, അതിൻ്റെ മുഴുവൻ മേൽനോട്ടവും വഹിച്ച് അവസാനം നിങ്ങളുടെ കയ്യിൽ കീ തരുന്നത് വരെയുള്ള എല്ലാവിധ ആർക്കിടെക്ചറൽ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇയാമ ആർക്കിടെക്ട്സ്. സോ സർവീസ് ആവശ്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് അവരെ വിളിക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.